ജോസഫച്ചന് ഇന്ന് പൂക്കളൊക്കെ ഇനി ഓരോരുത്തരും കൊടുത്തേച്ചാൽ മതി എന്നിട്ട് ബഹുമാനപ്പെട്ട കെ ജി ജോസഫച്ചൻ ഈ ഭദ്രാസനത്തിലെ വളരെ നല്ല ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാക്കുകളിലും സാമീപ്യത്തിലും ഹൃദ്യമായിട്ടുള്ള ഇടപെടലിലും പുഞ്ചിരിയോടുകൂടെ തൻ്റെ ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അച്ഛൻ്റെ ഈ ഇടവയെക്കുറിച്ച് വളരെ പ്രത്യേകിച്ച് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഈ ഇടവയുടെ പേരിൽ ഞാൻ ഹാർദമായിട്ടുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ വികാരി ജനറൽമാരായിരിക്കുന്ന ഡി ഫിലിപ്പച്ചനും കെ ഒ ഫിലിപ്പച്ചനും ഈ ഇടവയിലെ മുൻ വികാരിമാരായിരുന്നു. അതിൽ കെ ഒ ഫിലിപ്പച്ചൻ ഇന്ന് വരികയില്ല എന്നറിയിച്ചു. എന്നാൽ നമ്മുടെ ഡി ഫിലിപ്പച്ചൻ വികാരി ജനറലായിരിക്കുന്ന ഡി ഫിലിപ്പച്ചൻ അച്ഛൻ വന്നു. അച്ഛനെ ആരാധനയ്ക്കൊക്കെ നേതൃത്വം നൽകി. അച്ഛനെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ആദരണീയരായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ സജി ചാക്കോ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, എല്ലാവരുടെയും പേരുകളെടുത്ത് ഞാൻ പറയുന്നില്ല, ജില്ലാ പഞ്ചായത്ത് എന്നീ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എല്ലാവരും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുറേ പേരോട് വന്നിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് എല്ലാം പറയുന്നില്ല, തിരുവേനി പറഞ്ഞതുകൊണ്ട് എടുത്ത് പറയാനുള്ള അവസരമില്ല. അതുകൂടാതെ തന്നെ സാമൂഹിക ഐക്യത്തിനായി നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട മൗലവി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആശംസ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നായർ സൊസൈറ്റിയിലുള്ള ദാമോദരൻ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ നമ്മുടെ അടുത്ത സമീപ ഇടവകളിൽപ്പെട്ട ബിജു തോമസ് അച്ഛൻ വന്നിട്ടുണ്ട്. ഫാദർ മാത്യു അച്ഛന് കെ വി മാത്യു അച്ഛനൊക്കെ വരുവാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവരുടെ അസാന്നിധ്യത്തിലും എല്ലാം ഞാൻ അവരോടുള്ള സ്വാഗതം ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ്. നമ്മുടെ ഈ സെൻട്രലിൽപ്പെട്ടതായിട്ടുള്ള പൈനാമൺ സെൻട്രലിൽപ്പെട്ട പ്രതിനിധിയായി ഇന്ന് നമുക്ക് ആശംസ പറയുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തരകനച്ഛനാണ്. അച്ഛനിവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കോന്നി സെൻട്രലിൽപ്പെട്ട വർഗീസ് കെ തോമസ് അച്ഛന് വന്നതിന് ശേഷം അത്യാവശ്യമായി പോകുന്നുണ്ട്. അച്ഛനങ്ങ് പോയി. അച്ഛന് ഞാൻ അച്ഛൻ്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മുൻ വികാരിമാരായി ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള പല ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ജോർജ് ജോർജ് അച്ഛന്, ജ്യോതിസ് അച്ഛന്, ബിജു ജോർജ് അച്ഛന്, ഇവരൊക്കെ നമ്മുടെ മുൻ വികാരിമാരുണ്ട്. പിന്നെ ഈശോ അച്ഛന് പോയാണ്. ഈശോ അച്ഛന് തുടങ്ങിയ അച്ഛന്മാർ നമ്മുടെ ഇടവയിൽ വളരെ നേതൃത്വം നൽകിയതായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരാണ്. അവരെയൊക്കെ നമുക്ക് പലപ്പോഴും കാണുകയും നമുക്ക് അച്ഛന്മാരുടെ സ്നേഹവും സഹകരണവും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും ഞാൻ ഈ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പേരിൽ നമ്മുടെ ഇടവയുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഞാൻ ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ വൈദികർ മറ്റു പല വിധത്തിൽ സഹായിച്ചവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സജു ബി ജോണച്ചൻ ഇപ്പോൾ കോന്നിയിൽ നിന്നും പോയി ഇലന്തൂർ സെൻറ് തോമസ് ഇടവിലാണ്. അച്ഛന് ഞങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിച്ചു. അവിടെ നിന്ന് കുറേ പണമൊക്കെ ശേഖരിക്കത്തക്കവണ്ണം അച്ഛൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്നു. പൂവമ്പാറയിൽ നിന്ന് പോയെങ്കിലും അച്ഛൻ ഇന്ന് ഇപ്പോൾ ഈ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അച്ഛനെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ ദേവാലയം പണിയിൽ പലരെ പ്രവർത്തിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഡേവിഡ് സാർ. അദ്ദേഹം ഇന്നിവിടെ ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ബഹുമാനപ്പെട്ട സാറിനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതുപോലെ മറ്റു പല ആളുകൾ ഈ ഇടവയ്ക്ക് വേണ്ടി ഇടവയുടെ പണിയിലൊക്കെ സഹായിച്ചവരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമീപ ഇടവകളിലെ ഓർത്തഡോക്സ് മറ്റു തുടങ്ങിയ ഇടവകളിലെ അച്ഛന്മാരൊക്കെയും ഞങ്ങൾക്ക് വളരെ കൈത്താങ്ങൽ തന്നിട്ടുള്ള അച്ഛന്മാരാണല്ലോ. അങ്ങനെയുള്ളവരെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ ഈ ഇടവജനങ്ങൾ, സഹോദരി സഭയിലെ ജനങ്ങൾ ഒക്കെ ഈ ഇടവയുടെ നിർമ്മിതിയിലൊക്കെ വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട്. മറ്റിടവക്കാരൊക്കെയും ചെയ്തിട്ടുണ്ട്. വളരെ അധ്വാനിച്ച മേസ്ത്രിമാർ മറ്റു പല വിധത്തിലുണ്ട്. എല്ലാവരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയാൽ ഇങ്ങനെയുള്ളൊരു ദേവാലയം ചമപ്പാൻ്റെ കൊണ്ടിടയാലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പേരെടുത്ത് ഒന്നുകൂടെ എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കട്ടെ. കോന്നി ഇമ്മാനുവൽ മാർത്തോമ ഇടവക റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ആനകുത്തി ദേവാലയ നിർമ്മിതിയുടെ ലഘു റിപ്പോർട്ട്. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സങ്കീർത്തനം 122:1. റാന്നി നിലയ്ക്കൽ ഭദ്രാസനം അഭിവന്യ ഗിവർഗീസ് മാർ അത്താനിയോസ് എപ്പിസ്കോപ്പ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ കയർ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗം ശ്രീ ആൻഡോ ആന്റണി MP, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇടവജനങ്ങളെ, മലങ്കര മർത്തോമ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ഉൾപ്പെട്ട കോന്നി ഇമ്മാനുവൽ മാർത്തോമ ഇടവയുടെ പുതിയതായി നിർമ്മിച്ച ദേവാലയ നിർമ്മിതിയുടെ ലഘു റിപ്പോർട്ട്
പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. പ്രശാന്തസ്വരൂപമായ അച്ചൻകോവിലാറിൻ്റെ വടക്കേക്കരയിൽ ഹരിതഭംഗിയാർന്ന മലകളും പ്രകൃതിയുടെ സംഗീതമായ അരുവികളും നാടിൻ്റെ വാതായനങ്ങളായ നടപ്പാതകളുമായി ഗ്രാമീണ ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ആനകുത്തി, കുമ്മണ്ണൂർ, തവളപ്പാറ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭൂരിഭാഗവും ജീവിത സന്ധാരണത്തിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്തവരായിരുന്നു. അവരിൽ മർത്തോമാ സഭ വിശ്വാസികളായ വ്യക്തികൾ പഴയ കൊല്ലം ജില്ലയിലെ സഭയുടെ കാതലായ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരും അവരുടെ സൗകര്യാർത്ഥം ആരാധനയ്ക്കായി അട്ടച്ചാക്കൽ, പൂവൻപാറ എന്നീ മർത്തോമാ ഇടവകളിൽ കൂടുന്നവരും ആയിരുന്നു. ആനകുത്തി, തവളപ്പാറ മുതലായ പ്രദേശങ്ങളിലെ മർത്തോമാ സഭ വിശ്വാസികളായ 26 കുടുംബാംഗങ്ങൾ അവരെ ഒരു സ്വതന്ത്ര ഇടവയായി പരിഗണിക്കുന്നതിനും സൺഡേ സ്കൂൾ ഷെഡിൽ വെച്ച് ഞായറാഴ്ച തോറും ആരാധന നടത്തുന്നതിനും അംഗീകാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരപേക്ഷ അഭിവന്യ മാത്യൂസ് മാർ അത്യാനിയോസ് മെത്രാപ്പൊലീത്ത സംവത്സരം 1117 കന്നി 29-ാം തീയതി സമർപ്പിച്ചു. അതിന് പ്രകാരം മാവനാലിലെ സൺഡേ സ്കൂൾ ഷെഡിൽ ഞായറാഴ്ചകളിൽ ആരാധന നടത്തുന്നതിന് അട്ടച്ചാക്കൽ ഇടവകയിലെ അംഗങ്ങളായിരുന്ന 10 വീട്ടുകാർക്കും പൂവൻപാറ ഇടവകയിലെ അംഗങ്ങളായിരുന്ന 16 വീട്ടുകാർക്കും 1117 ധനു 15-ന് മെത്രാപ്പൊലീത്തയിൽ നിന്നും കൽപ്പന ലഭിച്ചു. 1943 ആനകുത്തിയിൽ വാങ്ങിയ സ്ഥലത്ത് ഒരു ചാപ്പൽ കെട്ടം നിർമ്മിച്ച ശേഷം നവംബർ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ ദിവ്യശ്രീ പേരങ്ങാട്ട് PM വർഗീസ് കശീശ ആദ്യമായി വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. 1946 ജനുവരി 15-ാം തീയതി ശനിയാഴ്ച നിലവിലുള്ള ചാപ്പൻ്റെ കൂദാശകർമ്മം അഭിമന്യ എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത നിർവഹിക്കുകയും കോന്നി കുമ്മണ്ണൂർ ഇമ്മാനുവൽ ചർച്ച് എന്ന നാമകരണവും ചെയ്തു. സ്ഥലപരിമിതി കുറവായിരുന്നതിനാൽ പുതിയൊരു ദേവാലയം പണിതിനെക്കുറിച്ച് അന്നത്തെ വികാരിയായിരുന്ന ജ്യോതിസാമച്ചൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയും അതിനുവേണ്ട ഫണ്ട് സ്വരൂപണം തുടങ്ങി വെക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം 2011-ൽ പുതിയ ദേവാലയം പണിയുന്നതിന് തീരുമാനിക്കുകയും വികാരിയായി നിയമിതനായ പേരങ്ങാട്ട് റവറൻ PT ചെറിയാൻ കശീശയുടെ നേതൃത്വത്തിൽ 2011 ജൂലൈ മാസം കൂടിയ ഇടവ സംഘത്തിൽ വെച്ച് അനുമതി ലഭിക്കുകയും ഒരു പള്ളിപ്പണി കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും കൺവീനറായി പുത്തമ്പേക്കൽ ശ്രീ സാമുവേൽ തോമസിനെയും എഞ്ചിനീയറായി അറപ്പരയ്ക്കൽ ശ്രീ ഡേവിഡ് സാറിനെയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതിന് തീരുമാനിച്ചു. 2012 മെയ് 31-ന് റാന്നി നിലയ്ക്കൽ ഭദ്രാസന എപ്പിസ്കോപ്പ ഗീവർഗീസ് മാർ അത്താനിയോസ് തിരുമേനി പുതിയ ദേവാലയത്തിൻ്റെ തറക്കല്ലിൽ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 1117-ൽ പ്രഥമ വികാരിയായിരുന്ന പേരങ്ങാട്ട് PM വർഗീസ് കശീശ നിയമനാവുകയും ഇന്ന് കാണുന്ന ദേവാലയം പണിയുന്നതിന് നേതൃത്വം നൽകിയത് പേരങ്ങാട്ട് PT ചെറിയാനച്ചനുമാണ്. പുതിയ ദേവാലയം പണിത് കാണണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ചുരുക്കം ചിലർ ഈ ലോകത്തു നിന്നും കടന്നുപോയി. അവരെ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. ഈ ദേവാലയം പൂർത്തിയാക്കുവാൻ ഇതുവരെ ഏകദേശം 80 ലക്ഷം രൂപ ചെലവായി. അഭിമന്യ തിരുമേനിയുടെ നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും വളരെ വിലപ്പെട്ടതായിരുന്നു. ഇടവകയുടെ മുൻ വികാരിമാർ, സ്വദേശത്തും വിദേശത്തുമുള്ള ഇടവജനങ്ങൾ, നല്ലവരായ നാട്ടുകാർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെയും സ്നേഹസഹായങ്ങൾ ഈ സമയം നന്ദിയോടെ സ്മരിക്കുന്നു. ഇടവ വികാരി PT ചെറിയാൻ കശീശ വിവിധ ഘട്ടങ്ങളിൽ ഇടവയ്ക്ക് നേതൃത്വം നൽകിയ ഭരണസമിതി അംഗങ്ങൾ, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് സബ് കമ്മിറ്റികൾ, ഇടവകയുടെ പോഷക സംഘടനകൾ, അതിലുപരി എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സഹകരിച്ച ഇടവ ജനങ്ങൾ, കോൺട്രാക്ടർ ശ്രീ മുരുകദാസ്, വിൻസെൻ്റ്, തടിപ്പണികൾ ചെയ്ത ശ്രീ സദാനന്ദൻ ആശാരി, ഇലക്ട്രിക്കൽ വർക്കുകൾ മേൽക്കോട്ടം വഹിച്ച ശ്രീ ജെയിൻ പുത്തമ്പുരയ്ക്കൽ, പെയിൻറ്റിങ്ങുകൾ വർക്ക് ചെയ്ത ശശി ഐരവൺ, റൂഫിംഗ് വർക്കുകൾ ചെയ്ത വിളവിനാൽ എഞ്ചിനീയറിംഗ് വർക്ക്സ്, അലൂമിനിയം ഫാബ്രിക്കേഷൻ, ഗ്ലാസ് വർക്ക് എന്നിവ ചെയ്ത പന്തളം സുഭാഷ് സ്റ്റാഫ് എന്നിവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ഇത്രത്തോളം മനോഹരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഏവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട PT ചെറിയാനച്ചൻ സ്വാഗതം ചെയ്ത എല്ലാവരുമേ, ഒരു പേരങ്ങാട്ടച്ഛൻ കുർബാന അർപ്പിച്ചൊക്കെ തുടങ്ങി. പിന്നീടത്തെ തലമുറയിലെ പേരങ്ങാട്ടച്ഛൻ ആ സ്ഥലത്ത് തന്നെ ഏറ്റവും സുന്ദരമായ പുതിയൊരു പള്ളി വയ്ക്കുന്നതിന് നേതൃത്വം നൽകുന്നതിന് ദൈവം അനുവദിച്ചു. റിട്ടയർമെൻറ്റ് ഏജിൽ ലാസ്റ്റ് പള്ളി പണിതിട്ടൊക്കെ റിട്ടയർമെൻറ്റ് ഏജിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. ചാക്കോ തോമസ് അച്ഛനൊക്കെ വരവൊരു പള്ളി തീർത്ത് അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. എന്നാൽ റിട്ടയർ ചെയ്ത് വർഷത്തിന് ശേഷം ഒരു പള്ളിയുടെ ചുമതല അത് തന്നെ വലിയ കാര്യമാണ്. കാരണം ആരോഗ്യ പ്രശ്നം. എന്നാൽ ഭാരിച്ച പല പ്രാവശ്യം ഇതൊന്ന് തുടങ്ങാൻ ആരംഭിക്കാൻ ഇതൊക്കെ തുടങ്ങിയതാണ്, അതൊന്നും ശരിയായില്ല. ഏതായാലും ബഹുമാനപ്പെട്ട PT ചെറിയാനച്ഛൻ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അച്ഛന് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാവരെയും അറിയാം.
അത് ഒരു ചെറിയ സംഗതിയല്ല. പ്രത്യേകിച്ച് പള്ളി പണിക്കൊക്കെ ചെറിയ ചെറിയ കാര്യമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ഒരച്ഛൻ എല്ലാവരെയും അറിയാമെങ്കിൽ അത് ഒന്നിച്ച് നിർത്താൻ സാധിക്കും, വലിയ പ്രയാസം കൂടാതെ. അച്ഛനും അത് ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ്. റിട്ടയർമെൻറ്റ് ഏജിൽ പല വർഷമായി റിട്ടയർ ചെയ്തിട്ട് വീണ്ടും ഒരു ഇടപെട ചുമതലയിലിരിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിലെ ഒരച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആരംഭിച്ച പള്ളി അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 1116 എന്ന് പറയുന്നത് 19 മലയാളം വർഷം എൻ്റെ ജനനം. അതുകൊണ്ട് 73-74 വർഷം മുമ്പാണത്. അത്രയും വർഷത്തിന് ശേഷം അതേ കുടുംബത്തിലെ ഒരച്ഛൻ ദൈവം തമ്പുരാനെടുത്ത കരങ്ങൾ ഉപയോഗിച്ചു. യാതൊരു വഴക്കോ പ്രയാസമോ, ഞാനിവിടെ കല്ലിടാൻ വന്നു, ഇന്നലെ ഒന്ന് വന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം വളരെ പരസ്യമായി അറിയിക്കട്ടെ. അട്ടച്ചാക്കലുകാരൻ ഡേവിഡ് സാറ് അച്ഛനെക്കാട്ടിലൊക്കെ മൂത്തതാണ്, എന്നാൽ ഈ ഭദ്രാസനത്തിൻ്റെ എൻജിനീയറാണ്. എല്ലായിടത്തും ഓടി നടക്കും, സന്തോഷത്തോടെ ചെയ്യും. ഇതിൻ്റെ ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഇടവക ജനം, അച്ഛനെ ഇരുന്ന ദുബായിലൊക്കെ പോയി പിരിച്ചിട്ടുണ്ട്, മറ്റ് ഇടവുകൾ സന്ദർശിച്ച് പിരിച്ചിട്ടുണ്ട്. 1 കോടി രൂപയായിട്ടുണ്ട്. നല്ല സുന്ദരമായൊരു പള്ളി. ഇവിടെ ഇരുന്ന പള്ളിയുടെ ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുണ്ട്. 83 വീടേ ഉള്ളൂ, ധാരാളം മതി. റെനോവേഷനോ പുതുക്കി പണിയെന്ന് പുതിയ പള്ളിയോ പണിയുന്നതിന് പറ്റിയ അവസരം ഇതാണെന്ന് പറഞ്ഞത്. ചെലവ് വളരെ വർദ്ധിക്കുമെങ്കിലും നമ്മുടെ പള്ളികൾക്കൊക്കെ സീലിംഗ് എന്ന് പറയുന്ന കാര്യമേ ഇല്ലായിരുന്നു. അതൊന്നും നടക്കുന്ന കാര്യമല്ല. തടി കൊണ്ടൊക്കെ ആശാരി പണിതാൽ എത്രയോ ലക്ഷമാകും. ആരും അത് ചെയ്യാറില്ല. എന്നാൽ ഇപ്പോൾ തീരുന്ന പള്ളികൾ മണ്ണുകറ ഉൾപ്പെടെ 10 വീട് താഴെ ഉള്ളൂ, 9 വീടേ ഉള്ളൂ മണ്ണുകറ. നല്ല സുന്ദരം പള്ളി, എല്ലാം തീർന്നിരിക്കുന്നു. ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്ന പള്ളി അല്ലാതെ ഇനിയും വയ്ക്കാനൊന്നുമില്ല. എല്ലാം പള്ളിയും ഒന്നീ പുതിയ പള്ളി അല്ലെ പുതുക്കി പണിതിട്ടുണ്ട്. 7 പള്ളികൾ പണിതുകൊണ്ടിരിക്കുന്നു. അതിലെ ഈ ഡയസിസിലെ ഏറ്റവും വലിയ പള്ളി ആയിരിക്കും തീരുമ്പോൾ പഴവങ്ങാടിക്കര പള്ളി. ഒരു 5 കോടി രൂപ ആകും. അവരതുപോലെ ആളുകളുമുണ്ട്, ധനവുമുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ചെയ്തത് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന ഒരു പള്ളിയാണ്. മലമേലിരിക്കുന്ന പട്ടണം പോലെ പാറപ്പുറത്താണ് ഇരിക്കുന്നത്. താഴേക്ക് ആളുകൾ വീഴാതിരിക്കാൻ നിങ്ങളെല്ലാം കൂടെ ആലോചിച്ച് അതൊക്കെ കെട്ടി വൃത്തിയാക്കിയത് വളരെ നന്നായി. ഇനിയുമുള്ള കാര്യങ്ങൾ എനിക്ക് പറയുവാൻ അവസരമുണ്ട്. നാളെ കുർബാന കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാം. ബാക്കിയുള്ളവരെല്ലാം 1 മിനിറ്റ് 1.5 മിനിറ്റ് പേരുകളൊന്നും പറയാൻ പോകണ്ട. തിരുമേനിയുടെ പേര്, മറ്റേ പേര്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് തന്നെ അരമണിക്കൂർ എടുക്കും. നേരെ ആശംസ അങ്ങ് തുടങ്ങിയാൽ മതി എല്ലാവരും. അപ്പോൾ നമുക്ക് പോയി നാളെ കുർബാനയ്ക്കൊക്കെ വരണം. വികാരി അച്ഛന്മാരാണ് സങ്കീർത്തനം ഈ കൂദാശയ്ക്ക് മുമ്പ് വെളിയിൽ നിന്നുകൊണ്ട് വായിക്കും. അതിലെ ഒരു വാക്യം, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇവിടെയെല്ലാം യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ നമ്മളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതിന് തമ്പുരാൻ വളരെയധികം മാന്യനായതുകൊണ്ട് നമ്മുടെ അനുവാദം ചോദിക്കും. ആ സമയത്ത് യാതൊരു തടസ്സവും കൂടാതെ എന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോടെ സക്കായി അങ്ങനെ ചെയ്ത് സന്തോഷത്തോടെ അവനെ സ്വീകരിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എൻ്റെ ഹൃദയത്തിൽ. അതിനുവേണ്ടി മാത്രമാണ് ഈ ദേവാലയം. ഈ ലോകത്തിലെ പ്രയാസങ്ങൾ വളരെയാണെന്ന് പേപ്പർ വായിക്കുന്നവർക്കറിയാം.
ഇന്നത്തെ പേപ്പറിലാണെന്ന് തോന്നുന്നു, അമേരിക്കയിൽ 5 ആളുകൾ ഒരാൾ അമാർഗത്തിൽ പോകുന്നയാളാണ്. നമ്മളും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരാവശ്യകത ഏതിൻ്റെ? സുവിശേഷത്തിൻ്റെ. അത് ഘോഷിക്കുന്ന ഇടങ്ങൾ, സുവിശേഷകർ എത്രയോ ആവശ്യമാണ്. 5 എണ്ണത്തിൽ ഒരാൾ ദൈവാധീനം നിന്നൊക്കെ അകന്നാണ് ജീവിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കും. നമ്മുടെ കാര്യവും അങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, പേപ്പർ നോക്കുന്നവർക്കറിയാം. ഇത്ര ക്രൂരമായി പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം താണുവെന്നാണ്. ഒരാളെ കൊല്ലുന്നതിന് ഒന്നിലെ തീരെ കൊച്ചു പിള്ളേരായിരിക്കും 52 പ്രാവശ്യം വെട്ടാൻ പോകുന്നു. അതെന്തോ വെട്ടാതെ ഈ പിള്ളേരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് ഉന്നമൊന്നും ഇല്ലാത്തവർ. എന്നാൽ വളരെ ക്രൂരതയാണതൊക്കെ. അതുകൊണ്ട് നമ്മുടെ സുവിശേഷ വേലയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. ദേവാലയത്തിന് ആ തരത്തിലാണ് പ്രസക്തി, വേറെ ഒന്നുമല്ല. മറ്റേ ദേവാലയത്തെക്കാൾ ഞങ്ങളുടെ ദേവാലയം അങ്ങനല്ല. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുകയാണ്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഒരാളിങ്ങനെ ഒരു പുസ്തകം അവസാനിപ്പിക്കുന്നുണ്ട്. അതിനകത്തെല്ലാം ഒരുപാട് പേര് ദുഃഖിക്കുന്നു, പ്രയാസത്തിൽ കൂടെ പോകുന്നു. എന്താ പരിഹാരം? എന്താ പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ആ ചോദ്യത്തിന് മറുപടി ഒരു മറു ചോദ്യമാണ്. ആൻസർ ടു ദ ക്രൈസിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഈസ്, വിൽ യു ലെറ്റ് ഗോഡ് ഇൻ ടു റെയിൻ ഇൻ അവർ ഹാർട്ട്? അതുതന്നെ അച്ഛനോട് വായിച്ച സങ്കീർത്തനം. നിൻ്റെ പ്രശ്നത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. പ്രശ്നസങ്കീർണമായ നിൻ്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് മഹത്വത്തിൻ്റെ രാജാവിനെ പ്രവേശിപ്പിക്കുമെങ്കിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട്. പ്രശ്നമെല്ലാം നുള്ളിയെടുത്തുകൊണ്ട് പോകുന്നല്ല, അതിനെല്ലാം ദൈവകൃപയിൽ ശരണപ്പെട്ട് സമീപിക്കാൻ കഴിയും. അത്തരത്തിൽ സമീപിക്കുന്നതിന് ഈ ദേവാലയത്തിലെ ആരാധന, വിശുദ്ധ മേശയിലുള്ള സംസർഗം, തിരുവചന ധ്യാനം, കൂട്ടായ്മ യോഗങ്ങളെല്ലാം ദൈവകരങ്ങൾ ഉപയുക്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പേരും ഡേവിഡ് സാറിൻ്റെ പേരും പറഞ്ഞു. നിങ്ങൾ വളരെയധികം അത്യധ്വാനം ചെയ്ത് ബിൽഡിംഗ് കമ്മിറ്റി, ഗൈസ്ഥാന സമിതി, ഇടവകങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, കെട്ടിച്ചു പോയവരെ നിങ്ങൾ സ്വാധീനിച്ചു. അവരുടെ സ്നേഹിതർ, ദുബായിലെ ആളുകൾ, അടുത്തുള്ള ഇടവക്കാർ, എല്ലാവരെയും നിങ്ങൾ സമീപിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്യാനൊക്കെയില്ല. നിങ്ങൾ അവരെയൊക്കെ പോയി കണ്ട് അത്യധ്വാനം ചെയ്ത് പ്രാർത്ഥിച്ചതൊക്കെ തീർത്തു. അടുത്ത ഒരു ഹോള് പോലൊക്കെ വെച്ചാണ് കുർബാന അനുഷ്ഠിച്ചുകൊണ്ട്, അതും പൊളിച്ചു കളയുന്നില്ല. ചെറിയ ചെറിയ കൂട്ടായ്മകളും ചെറിയ സദ്യയൊക്കെ നടത്താം. അതുകൊണ്ട് അത്തരത്തിൽ ഇതിനോട് സഹകരിച്ച ഇത് ഡിസൈൻ ചെയ്ത ആളുണ്ട്, കോൺട്രാക്ടേഴ്സുണ്ട്, മേസ്തിരിമാർ, തൊഴിലാളികൾ. ഇതിനടുത്തുള്ള ഒരു കൊച്ചനുണ്ട്, എന്ത് പോയോ? ജോജി ഇവിടെ തന്നെ അങ്ങ് ഇരിപ്പാൽ. ജോജിയോട് എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. ജോജിയുടെ പ്രാർത്ഥന വളരെ ഫലിച്ചു കാണും. അല്ലേ, എങ്ങനെ ഇങ്ങനെ ഇത്ര സുന്ദരമായിട്ട് തീരും? അതുകൊണ്ട് എല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ഇന്ന് ഈ ദേവാലയ കുദാശ ശുശ്രൂഷയിലും അതിനോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിലും പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത് ദൈവ നിയോഗമായി ഞാൻ കരുതുന്നു. അവസരം നൽകിയ പ്രിയപ്പെട്ട പി.ടി. ചെറിയാൻ അച്ഛനോടും നിങ്ങളോടെല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. അഭിമന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട പി.ടി. ചെറിയാൻ അച്ഛൻ്റെ അധ്വാനവും ദീർഘവീക്ഷണവും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുടെയും ഇടവക ജനങ്ങളുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവുമാണ് അത് ഫലപ്രാപ്തിയിലെത്തിച്ചത് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. പ്രിയപ്പെട്ട അച്ഛനെയും നിങ്ങളെല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. അഭിമന്യ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭദ്രാസനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് ഭദ്രാസനങ്ങൾ വ്യത്യസ്തമായി മനോഹരമായിട്ടുള്ള ദേവാലയം ദൈവത്തെ ആരാധിക്കുവാനായിട്ടുണ്ടാകണമെന്നുള്ളത് തിരുമേനിയുടെ വലിയ
താല്പര്യവും സ്വപ്നവുമാണ്. ഈ ഭദ്രാസനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തിരുമേനിയുടെ ആ സ്വപ്നം സഫലമായി എന്നാണ് എൻ്റെ ചിന്ത. അത് വളരെ ആവശ്യമാണ് എന്നത്രേ എൻ്റെയും ചിന്ത. നമ്മൾ ആരാധിക്കുന്നതായിട്ടുള്ള ദേവാലയം മനോഹരമായിരിക്കണം. മനോഹരമായ ദേവാലയം മാത്രം പോരാ, അതിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാനായിട്ടിടയാകണം. ആ ദൈവസാന്നിധ്യം അതിൽ ആരാധിക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് അനുഭവവേദ്യമായി തീരണം. അതുകൊണ്ട് ദേവാലയത്തിൽ ആരാധിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ആ ദൈവസാന്നിധ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും കൂട്ടായ്മയുടെ ഊഷ്മളത അനുഭവിക്കുന്ന ഒരിടമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സഭയുടെ എല്ലാ ആശംസകളും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിനന്ദ തിരുമേനി, കർത്താവിൽ പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇതിൽ സംബന്ധിപ്പാൻ ഇടയായതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. 44 വർഷം മുമ്പ് ഈ പ്രദേശത്ത് ശമ്മാശനായി വരികയും വികാരിയായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. നമ്മുടെ ഈ കിഴക്കൻ പ്രദേശത്തെ പോലെ സുന്ദരമായ പ്രദേശം ഭൂമിയിൽ മറ്റെങ്ങുമില്ല. അതുകൊണ്ട് ഇങ്ങനെ നല്ല സുന്ദരമായ പ്രദേശത്ത് ജീവിക്കാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. അവിടെയൊക്കെ നല്ല നല്ല ദേവാലയങ്ങൾ പണിയാൻ ഇടയാകുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. 44 വർഷം മുമ്പ് ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ഈ നാട്ടിൽ പൊതുവെ അങ്ങനെ വലിയ പണക്കാരൊന്നുമില്ലായിരുന്നു. എന്നാൽ ആത്മാർത്ഥമായി ആരാധിക്കുന്ന കൂട്ടായ്മ താല്പര്യത്തോട് വരുന്ന ആളുകളുണ്ടായിരുന്നു. ഞാൻ പയ്യനാവണമെന്നിവിടെ നടന്നും സൈക്കിളിലും ഒക്കെ വരണം. അന്ന് ഈ പ്രദേശത്താകെ എൻ്റെ അറിവ് കോന്നി തന്നെ ഒരാൾക്കേ ഉള്ളൂ ബൈക്ക്. അതിൽ ചിലപ്പോഴൊക്കെ എന്നെ അത്യാവശ്യത്തിന് 1-2 സർവീസ് ഉള്ളപ്പോൾ അവർ കൊണ്ടുപോയിട്ടുമുണ്ട്. അതുപോലെ അങ്ങനെയുള്ള വലിയ സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത് ആരാധിച്ചവരുടെ തലമുറ ആവശ്യാനുസരണം ഇന്ന് മനസ്സിലാക്കി 1 കോടി രൂപ ചിലവാക്കുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മനസ്സിലാക്കുന്ന ആളുകളൊക്കെ എന്നാൽ അത്രമാത്രം കഠിനാധ്വാനം ചെയ്തു. റിട്ടയർ ആയാൽ പിന്നെ പല ആളുകളും ഒന്നും ചെയ്യുകയില്ല. എന്നാൽ നമ്മുടെ ചെറിയാനച്ഛൻ, അവരുടെ വലിയച്ഛനെയും ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ റിട്ടയർ ആയതിന് ശേഷം ഈ ജോലി ഇത്രയും ഭംഗിയായി തീർത്തതിൽ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പണി നടക്കുന്നതിനെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ റിട്ടയർ ആയവർക്കുള്ള ഒരു വെല്ലുവിളി കൂടുകയാണ്. കാരണം പ്രായമായി കഴിഞ്ഞ് ചുമ്മാ കുത്തിയിരിക്കാനുള്ളതല്ല, ദൈവം തന്നിരിക്കുന്ന ആയുസ്സും ജീവിത സൗകര്യങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് അച്ഛൻ നമ്മുടെ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടെ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇന്ന് തിരുമേനിയുടെ ഈ കിഴക്കൻ പ്രദേശത്തെ മനോഹരമാക്കി തീർക്കുന്നതിൽ തിരുമേനി അതീവമായ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും തിരുമേനിയോടും കടപ്പാടുണ്ട്. നിങ്ങളെല്ലാവരും ഇനിയും നമുക്ക് ചെയ്യാനുള്ളത്, പണ്ട് ഇവിടെ ഒരിക്കൽ ഇതുപോലെ വലിയൊരു കൂതാശയൊക്കെ കഴിഞ്ഞ് ആ പിറ്റേ ദിവസം തന്നെ കള്ളടിച്ച് വെച്ച് വന്ന് ബഹളം ഉണ്ടാക്കി ആളുകൾ കൈകാര്യം ചെയ്തു. ഇവിടെ യോഗം നടക്കും, അവിടെ ചീത്തവിളി നടന്നു. അപ്പോൾ ഇറങ്ങിച്ചെന്ന് ഭക്തന്മാർ അവരെ കൈകാര്യം ചെയ്തു. നമ്മുടെ ഇടവയിൽ ആരും മദ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള ഇടയാണ്. ആരും ആരെയും ചെറുതായി കാണാതിരിക്കാൻ ഇടയാണ്. പള്ളി കൂതാശ ചെയ്തപ്പോൾ ഇതിലെ ജനങ്ങളെ കൂടെ ദൈവം വിശുദ്ധീകരിച്ചു എന്നുള്ള ബോധ്യത്തോടുകൂടി വിശുദ്ധരായി ദൈവകൃപയിൽ നന്നായി ആരാധിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. നിങ്ങളെ ഞങ്ങളുടെ ഓർമ്മയിൽ എല്ലാ ദിവസവും ഉണ്ട്. രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഈ ഇടവകയെ ഓർത്താണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങ് കിഴക്കോട്ടും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകും. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഈ സ്ഥലം ആരംഭിച്ച് ഞങ്ങൾ ഇരുന്ന ഇടവകളിലെ എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും ഡേവിഡ് സാറിനെയും പ്രത്യേകിച്ചും നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും ആ നിത്യസന്നിധിയിൽ കർത്താവിനോടൊപ്പം നമുക്കെല്ലാം കാണത്തക്കവണ്ണം ജീവിതം ക്രമീകരിപ്പാൻ ഇവിടെയുള്ള ആരാധനകൾ സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എൻ്റെയും കുടുംബത്തിൻ്റെയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമ്മുടെ മന്ത്രി വന്നപ്പോൾ ഞാൻ ഇനിയും പ്രസംഗിക്കുന്നത് ശരിയല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം നിറവേറ്റുന്നതായിരിക്കും. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദ്യ ഗീവർഗീസ് മോർ മത്തനാസ്യോസ് തിരുമേനി,
പ്രിയപ്പെട്ട PT തോമസ് അച്ഛൻ, സഭയുടെ സെക്രട്ടറി, ഇടവകുകാരി പ്രിയപ്പെട്ട ശ്രീ PT ചെറിയാനച്ഛൻ, ശ്രീ സാമുവൽ തോമസ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യർ, ഞാൻ എല്ലാവരുടെയും പേരിലേക്ക് കടക്കുന്നില്ല, ഒട്ടനവധി നേതാക്കൾ ശ്രീ അമ്നിയൊക്കെ വേദിയിലുണ്ട്, ശ്രീ സനോജ്, ശ്രീ ജോൺസൺ, മറ്റ് ബഹുമാന്യരെ, പ്രിയ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വരാൻ വൈകിയത് സദയം ഉൾക്കൊള്ളണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കട്ടെ. പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, എനിക്കിന്ന് പാർട്ടിയുടെ തന്നെ സംഘടനയുടെ ഒരു പരിപാടി പത്തനംതിട്ടയിലുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കഴിവതും നേരത്തെ എത്താമെന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. കഴിവ് നേരത്തെ എന്ന് പറയുന്നതാണ് ഇത്, ഒരു 5:30 ഉള്ളിൽ എത്തുക എന്നുള്ളതാണ് ഞാൻ നിശ്ചയിച്ചിരുന്നത്. പലപ്പോഴും പരിപാടികൾക്ക് നേരത്തെ എത്തിയാലും ക്ഷമ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ നേരത്തെ എത്തുമ്പോഴാണ് കൂടുതൽ ക്ഷമ ചോദിക്കേണ്ടി വരുന്നത്. കാരണം സംഘാടകർ ഏറ്റവും ചുറ്റി നിൽക്കുന്നത് മന്ത്രി നേരത്തെ എത്തിയാല. കാരണം പലപ്പോഴും കസേരകൾ കാലിയായി കിടക്കും. കാരണം മന്ത്രി 1 മണിക്കൂർ വൈകും എന്നൊരു പൊതുവായൊരു ധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് സമയത്ത് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ആരും കാണത്തില്ല. നേരത്തെ എത്തി ഒരുപാട് ചുറ്റിയിട്ടുണ്ട്. എന്തിനാ മന്ത്രി നേരത്തെ വന്നതെന്ന് പരിതപിച്ച് ഇങ്ങനെ ചോദിച്ചൊരു സംഘാടകനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിടത്തും ചെന്നപ്പോൾ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നില്ല. വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങണ്ട, മന്ത്രി ഇപ്പോൾ ഇറങ്ങണ്ട, ബാൻഡ് പിള്ളേർ വന്നില്ല, വന്നിട്ട് ഇറങ്ങിയാൽ മതി, അങ്ങനെ പറഞ്ഞ് എന്നെ വണ്ടി ഇരുത്തി 20 മിനിറ്റോളം വണ്ടി ഇരുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. രസകരമായ പല അനുഭവങ്ങളും നേരത്തെ എത്തിയ കാരണം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. സ്നേഹിതരെ, ഇന്ന് ഈ കോന്നി ഇമ്മാനുവൽ മാർത്തോമ ഇടവക ഇവിടെ ദേവാലയ കൂദാശ എന്നിവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. എന്നെ ക്ഷണിച്ചതിലും ബഹുമാനപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് പ്രത്യേകമായി അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിന്നിവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. അദ്ദേഹം ഒരു പരിപാടിക്കായിട്ട് വിളിച്ചപ്പോൾ അത് വരാതിരിക്കാൻ നിർവാഹവുമില്ല. അദ്ദേഹമായിട്ടൊരു വലിയൊരു വ്യക്തിബന്ധവും എനിക്കുണ്ട്. യഥാർത്ഥത്തിൽ പകരക്കാരനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പകരക്കാരനായിട്ടാണെങ്കിലും ഈ ധന്യമുഹൂർത്തത്തിൽ, ഈ ഒരു അനുഗ്രഹീത നിമിഷത്തിൽ എനിക്കിവിടെ വരുവാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ഇന്ന് ഈ ദേവാലയം തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ഏറെ നന്മയുടെ പുതിയ വെളിച്ചം പകരുവാൻ കഴിയുന്ന ഒന്ന്. ഈ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവും ഒക്കെയായുള്ള മുന്നേറ്റങ്ങൾക്ക് ഏറെ നേതൃത്വം കൊടുക്കുവാൻ ഈ ഇടവകയ്ക്ക് കഴിയുമ്പോൾ അതെല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് നന്മയുടെ പുതിയ ദിശാബോധങ്ങൾ നൽകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും ഇന്ന് നമ്മുടെ കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകളൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. ഇവിടെ പലപ്പോഴും ക്രൈസ്തവ സഭകൾ ഏറെ മുന്നേറുവാൻ കഴിഞ്ഞിട്ടുള്ളതും കുടുംബങ്ങളിലെ കൂട്ടായ്മകൾ ഒന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ, ഇപ്പോൾ ആധ്യാത്മിക രംഗത്ത് മാത്രമല്ലോ, വിദ്യാഭ്യാസ മേഖലയിൽ, മറ്റ് സാമൂഹിക വിവിധ തലങ്ങളിൽ, ആതുര സേവന രംഗത്തൊക്കെ ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് വ്യക്തമായ നിലയിൽ വ്യക്തിമുദ്രകൾ പതിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് സാധിച്ചത് എന്നുള്ളത്, അതിൻ്റെ അടിസ്ഥാന വിജയം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വലിയ ശക്തിയാണ് ഇന്ന് ക്രൈസ്തവ സഭ എല്ലാ അർത്ഥത്തിലും, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ ഏറെ മുന്നേറി നിൽക്കുവാൻ കഴിയുന്നു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കൂട്ടായ്മകളെ നിലനിർത്തുമ്പോൾ അത് സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കായിട്ട് നമുക്കത് മാറ്റുവാൻ കഴിയണം. ഇന്ന് പലപ്പോഴും ഏറെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു, അതുകൊണ്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും അതുതന്നെയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്ന മൂല്യച്യുതികൾ, ഇന്ന് പലപ്പോഴും നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, പലപ്പോഴും ഇന്ന് മനുഷ്യൻ അവനവനിലേക്ക് തന്നെ ഉൾവലിയുന്നത് ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന പല അനർത്ഥങ്ങൾക്കും പ്രധാന കാരണം എന്നുള്ളത് സ്വാർത്ഥത തന്നെയാണ്. പല അനിഷ്ട വിഷയങ്ങളും ഒരുപക്ഷെ നമ്മുടെ കാതുകളിൽ എത്തും, നമ്മൾ കാണുവാനിടയാവുന്നത്, കേൾക്കുവാനിടയാവുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സ്വാർത്ഥത തന്നെയാണ്. മനുഷ്യൻ അവനവനിലേക്ക് തന്നെ ഉൾവലിയുന്നത്. നമ്മളൊരു സമൂഹജീവിയാണ് എന്നത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അത് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ സഹജീവിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, അവന് ഏതെങ്കിലും തരത്തിൽ അവനൊരു നന്മ പകരുവാൻ, അത് പലതരത്തിലായാലും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനൊരു മാനമുണ്ട്. പലതരത്തിൽ, ഏത് തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്പർശിക്കുവാൻ കഴിയും, അവൻ ഏത് തരത്തിൽ അവന് ഒരു പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക്, ഒരു മനുഷ്യനിലേക്ക് നമുക്ക് തിരിയുവാൻ കഴിയും, നമ്മുടെ സ്പർശനം എങ്ങനെ ആ വ്യക്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അത് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അളക്കപ്പെടുന്നത്.
പലപ്പോഴും ഇന്ന് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ ഏറെ നമ്മൾ മാറിപ്പോകും.